നല്ലിടയനെ പോലെ എന്നെ നടത്തിയ നാഥന്, നല്ലിടയനായി എന്നെ നിത്യം കരുതിയ നാഥന്. നല്ലിടയനെ പോലെ എന്നെ നടത്തിയ നാഥന്, നല്ലിടയനായി എന്നെ നിത്യം കരുതിയ നാഥന് നന്ദിയേകിടുന്നു ഈ നല്ല നാഥന്. നന്ദിയേകിടുന്നു തൻ നിത്യദയയ്ക്കായി, നല്ലിടയനെ പോലെ എന്നെ നടത്തിയ നാഥന്, നല്ലിടയനായി എന്നെ നിത്യം കരുതിയ നാഥന്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. സ്തോത്രം. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതിൻ്റെ തുടർച്ചയാണ്. ബന്ധനങ്ങൾ അഴിയുന്നു, ക്രിസ്തു ബന്ധനങ്ങൾ അഴിക്കുന്നു. ജീവൻ കിട്ടി, പക്ഷേ ബന്ധനങ്ങൾ പിന്നെയും നിൽക്കുന്നു. അനേകരും മാനസാന്തരപ്പെട്ടു, അനേകരും ഒരു ദൈവജീവൻ ലഭിച്ച അനുഭവത്തിൽ വന്നവരാണ് പലരും. അതെ, മിക്കവാറും പക്ഷേ നമ്മുടെ കൂട്ടായ്മയിലുള്ള അധികം പേരും ഒരു മാനസാന്തരം കിട്ടിയവരാണ്. പ്രകടമായ പാവങ്ങളെല്ലാം വിട്ടു, മദ്യപാനമോ ഒരു കൂത്തുകളോ വേണ്ടാത്ത ജീവിതമോ എല്ലാം വിട്ടു ഒരു ഭക്തിയുള്ള ജീവിതം നയിക്കുന്നു. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു വലിയൊരു ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. പക്ഷേ ജീവൻ കിട്ടിയെങ്കിലും ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടില്ല. ചില കെട്ടുകൾ ഇനി അഴിയാനുണ്ട്. കയ്യും കാലും ശീലയോട് കെട്ടി, മുഖം റൂമാലുകൊണ്ട് മൂടിയിരിക്കുന്നു. ലാസർ പുറത്തു വന്നത് അത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഈ കയ്യും കാലും കെട്ടിയിരിക്കുന്നയാൾ എങ്ങനെ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരും? കയ്യും കാലും കെട്ടിയിരിക്കുന്നു, മുഖം റൂമാലോട്ട് മൂടിയിരിക്കുന്നു. അങ്ങനെ ഒരാൾ എങ്ങനെ പുറത്തു വരും? അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ വന്നു കഴിഞ്ഞു. ലാസറിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു, വലിയൊരു അത്ഭുതം നടന്നു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും വലിയൊരു അത്ഭുതം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വചനം കേട്ടു, വചനപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹം ലഭിച്ചു. നിസ്സാര കാര്യമല്ല. വചനപ്രകാരം ജീവിക്കാൻ നമുക്കൊരു ആഗ്രഹമുണ്ടായി. ഒരു ദൈവത്തിൻ്റെ ആകർഷണം നമുക്ക് കിട്ടി. ആകർഷണം. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ട് അല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിൻ്റെ ആകർഷണം ലഭിച്ചു. അനേകർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പലരും
വചനം കേൾക്കാൻ താല്പര്യപ്പെടാത്തത്. ആകർഷണം കിട്ടിയിട്ടില്ല. ആ ആകർഷണം കിട്ടിയവരാണ് നാം. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. പിതാവിൻ്റെ ആകർഷണം നമുക്കുണ്ട്. ആ ഒരു ഭാഗ്യം ലഭിച്ചു. പക്ഷേ എങ്കിലും കെട്ടുകൾ ഇനി അഴിയണമല്ലോ. ജീവൻ കിട്ടി, നമുക്ക് തീർച്ചയായിട്ടും ഒരു വീണ്ടും ജന്മം കിട്ടി. വീണ്ടും ജന അനുഭവത്തിൽ വന്നു. ആ ഒരു പുതുജന്മത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ജീവിക്കുന്നു. ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. നമ്മുടെ അവരവരുടെ പള്ളികളിൽ പോകുന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു. എല്ലാം ഒരുവിധം ചിട്ടപ്പെട്ട ജീവിതം വന്നു കഴിഞ്ഞു. പക്ഷേ ഇനിയും ബന്ധനങ്ങളുണ്ടല്ലോ, ബന്ധനങ്ങൾ. അതാണ് കർത്താവ് പറഞ്ഞത്, അവൻ്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ, അവൻ സ്വതന്ത്രനാകട്ടെ. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവൻ്റെ കെട്ടഴിപ്പീൻ, ബന്ധനം പൂർണ്ണമായി അഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ബന്ധനങ്ങൾ. അതാണ് ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്. നമുക്ക് നാം തന്നെ തിരിച്ചറിയണം ഇനിയും ബന്ധനങ്ങളുണ്ട് എന്ന്. പക്ഷേ പ്രവൃത്തിയിൽ തെറ്റായ വഴികൾ പോകുന്നുണ്ടാവില്ല. പക്ഷേ മോട്ടീവ്സ്, നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, മോട്ടീവ്സ്, അതിൽ തെറ്റുകൾ കാണും. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ മോട്ടീവ്? എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക് എന്താണ്? വാട്ട് ഫോർ ഐ ലീവ്? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? എന്തിനു വേണ്ടി? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? നമുക്ക് ഒരു കൃത്യമായ ഒരു നിർണ്ണയം നമുക്ക് വേണം ആ കാര്യത്തിൽ. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ശരിയായാൽ നമുക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യാം, ആത്മീയ ജീവിതം നയിക്കാം. ലക്ഷ്യം ശരിയായി കഴിഞ്ഞാൽ, ലാക്ക് ശരിയായി കഴിഞ്ഞാൽ. ഇവിടെ കുറേ കാലം ജീവിക്കുന്നു, കുറേ കാലം ജീവിച്ച് അങ്ങ് തീർന്നു പോകുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കും, നല്ല അനുഗ്രഹീതമായ സുവിശേഷകരെയൊക്കെ ഞാൻ ഓർക്കും. അവരിൽ പലരും വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്തവരാണ്. പക്ഷേ അവരിന്നില്ല, ഭൂമിയിലില്ല. നാം ഒരു ദിവസം അതുപോലെ കടന്നു പോകും. ജനിച്ചു, കുറേ കാലം പ്രവർത്തിച്ചു, അത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകും. കുറേ കാലം നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് ഓർക്കും, പിന്നെ ആ ഓർമ്മകൾ അങ്ങ് കുറഞ്ഞു വരും, മങ്ങി വരും. പിന്നെ അതങ്ങ് തീർത്തും മാറിപ്പോകും. ഒരു പക്ഷേ ആണ്ടിലൊരിക്കലൊന്ന് ഓർത്താലായി. ആണ്ടിൽ ഒരിക്കൽ ഓർമ്മയ്ക്ക് വിശുദ്ധ കുർബാന ചൊല്ലിക്കുന്ന ആ ദിവസം ഒന്ന് ശ്രുതിയിൽ ചെന്ന് അവിടെ ചെന്ന് നിൽക്കും, പ്രാർത്ഥിക്കും. പക്ഷേ ആ ജീവിതം അവിടെ, ഈ ഭൂമിയിലെ ജീവിതം അവിടെ അങ്ങ് തീരുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവിതം തീരുകയല്ല, ജീവിതം തുടരുകയാണ്. അത് മനസ്സിലാക്കണം. ഈ മരണം കൊണ്ട് ജീവിതം തീരുകയല്ല, ജീവിതം തുടരുകയാണ്. ഒരു മഹാസമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം എടുക്കുന്ന, ഒരു തുള്ളി വെള്ളം കൈ മുക്കി ഒരു തുള്ളി വെള്ളം എടുത്തു. എത്രയുണ്ട്? വിശാലമായി, അനന്തവിശാലമായി കിടക്കുന്നതായ മഹാസമുദ്രത്തിലെ പെരുവെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ എടുത്തു. എന്തുണ്ട്? എന്നതുപോലെയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്. അത്രയേ ഉള്ളൂ. ഇനി നിത്യതയുടെ വിശാല പാരാവാരം പരന്നു കിടക്കുകയാണ്. വിശാലമായ സമുദ്രം പരന്നു കിടക്കുകയാണ് നിത്യതയുടെ. അതിൽ ഈ ഭൂമിയിലെ ജീവിതം ഒരു സ്വപ്നം. തൽക്കാലത്തേക്ക് സ്വപ്നം കണ്ടു, 2 മിനിറ്റുകാർ സ്വപ്നം കണ്ടു. ആ സ്വപ്നം അതങ്ങ് തീർന്നു. പിന്നെയും ജീവിതം തുടർന്നു. എന്നതുപോലെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു ചുരുക്കം കാലം, മഹാസമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെ നീ പറഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ ജീവിതം. ഈ ജീവിതം കൊണ്ട് നേടേണ്ട ചില നേട്ടങ്ങളുണ്ട്, ചില സമ്പാദ്യങ്ങളുണ്ട്, നേടേണ്ടതായ ചില മഹത്തായ സമ്പാദ്യങ്ങളുണ്ട്. അത് ഈ ലോക ജീവിതം കഴിഞ്ഞുള്ള ജീവിതത്തിനുള്ളതായ മഹത്തായ ഒരുക്കമാണത്. വരാൻ പോകുന്ന ജീവിതത്തിലേക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. അതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതായ ഇതുപോലുള്ള സന്ദർഭങ്ങൾ, പ്രാർത്ഥനാ സന്ദർഭങ്ങൾ. ഇതെല്ലാം നാം പ്രയോജനപ്പെടുത്തി ഈ ലോക ജീവിതത്തിൻ്റെ ചുരുങ്ങിയ കാലം കൊണ്ട് നാം നേടേണ്ട നേട്ടം നാം സമ്പാദിച്ചു വയ്ക്കണം. സ്വർഗത്തിലേക്കുള്ള ഡിപ്പോസിറ്റ് നാം സമ്പാദിച്ചു വയ്ക്കണം. നമുക്ക് വരുമാനത്തിൻ്റെ ഒരു അംശം ബാങ്കിലിടുന്നു, നിക്ഷേപം ഡിപ്പോസിറ്റ് ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി, മോളുടെ വിവാഹത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകാം.
ഇല്ലേ കുറച്ച് രൂപ ബാക്കി വയ്ക്കുന്നു, അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. പലർക്കും ഇപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ പൈസയൊന്നും ഇല്ല, ഉള്ളവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. എന്നതുപോലെ നാം മനസ്സിലാക്കണം, സ്വർഗത്തിലെ മഹാനിക്ഷേപത്തിലേക്ക് നാം ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ ദിവസവും. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി മാത്രമാണ് ഈ ലോക ജീവിതം. നാം എന്തെല്ലാം ഇവിടെ നമുക്ക് ഉണ്ടോ അതെല്ലാം ക്ഷണികമാണെന്നും എല്ലാം നശ്വരമാണെന്നും, നശിച്ചു പോകുന്നത് എല്ലാം തീർന്നു പോകുന്നതാണെന്നും ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ലെന്നും ഗ്രഹിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നാം സമ്പാദിച്ചു വയ്ക്കണം. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു അതാണ് ഏറ്റവും മഹത്തായ ഡിപ്പോസിറ്റ്. ക്രിസ്തുവിനെ നാം സമ്പാദിച്ചു വയ്ക്കണം. ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്ന ആ ഭാഗ്യാനുഭവം നാം നേടണം. ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നതായ സന്തോഷാനുഭവം നാം നേടണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ രീതിയിൽ ഒരു പുതു സമീപനം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ജീവിതം എന്ത് ആനന്ദപ്രദമായിരിക്കും. ക്ലേശങ്ങളിൽ നിന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടുമുണ്ട്. ക്ലേശങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ദുഃഖകരമായ കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ രോഗങ്ങളുണ്ട്, പണത്തിന് ഞെരുക്കങ്ങളുണ്ട്, ഈ ആവശ്യങ്ങൾക്ക് പൈസ തികയാതെ വരുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം കഠിനാധ്വാനമൊക്കെ വേണമല്ലോ, ശരി. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും അകത്തൊരു സന്തോഷത്തിൻ്റെ കുളിർമ, സന്തോഷത്തിൻ്റെ ആശ്വാസം ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങിക്കൊണ്ടിരിക്കും. പ്രശ്നമില്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം. പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയല്ല നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. പ്രശ്നങ്ങൾ നമ്മുടെ വിഷയമാകാൻ പാടില്ല. നമുക്ക് ഒരേക ലക്ഷ്യം, ഒറ്റയ്ക്കൊരു ലക്ഷ്യം, യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനും ഉടമസ്ഥനും നാഥനും കർത്താവുമായി എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരികയും എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുക. യേശു ക്രിസ്തുവിടെ ഇരിപ്പുറപ്പിക്കുക. ഈ ഒരു ചിന്ത നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുന്നത്, നമുക്ക് പ്രയോജനപ്രദമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇവിടെ ഈ അത്ഭുത സംഭവത്തിൽ കൂടെ കർത്താവ് ഒരു കാര്യം മാർത്തയെയും മറിയയെയും പ്രത്യേകിച്ച് പഠിപ്പിച്ചു. മനുഷ്യൻ മരിച്ചാൽ പിന്നെയും ജീവിക്കും. നാം ഈ 11 അധ്യായത്തിൻ്റെ 21 വാക്യം മുതൽ. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. പിന്നെ മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. വാർത്ത പറഞ്ഞു, കർത്താവ് അതെനിക്കറിയാം, ഒടുക്കത്തെ നാളത്തെ പുനരുത്ഥാനം അതിലൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഒടുക്കത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ അന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാമല്ലോ എന്ന് മാർത്ത പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ജീവനോടിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും, എന്നിൽ വിശ്വാസത്തോടെ ഇരിക്കുന്ന ആൾ ജീവിച്ചിരിക്കുന്നു, എന്നാൽ അവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ഒരാൾ മരിക്കുകയില്ല. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ വ്യക്തമായ, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ളതായ വ്യക്തമായ ചിത്രമാണ് നമുക്കിവിടെ തരുന്നത്. നാം ഓരോരുത്തരും മരിച്ച് അടക്കപ്പെടും സ്വാഭാവികമായിട്ടും. എന്നാൽ ഒരു നാൾ നാം ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു മഹത്വകരമായ പ്രത്യാശയാണ്. നാം ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ, സെമിത്തേരിയിൽ എത്രയോ പേര് അടക്കപ്പെട്ടിട്ടുണ്ട്. ചില കല്ലറകൾ തുറക്കും, എല്ലാമല്ല, ചില കല്ലറകൾ തുറക്കും, ഉയർത്തെഴുന്നേൽക്കും. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമെന്ന് ക്രിസ്തു എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ കടന്നുപോയാൽ തീർച്ചയായിട്ടും അന്ന് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. അതേ ഛായയോടെ, അതേ ശരീരത്തോടെ. എന്നാൽ ആ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. ആ ശരീരത്തിന് സ്ഥലത്തിൻ്റെ പരിമിതിയില്ല, ദൂരത്തിൻ്റെ പരിമിതിയില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പോയിട്ടുള്ള സ്ഥലം ഏതാണ്? ഡൽഹി പോയിട്ടുണ്ടോ? ഡൽഹിയിലേക്ക് നമുക്ക് മനസ്സുകൊണ്ട് പോകാം, അധികം വ്യക്തപ്പാടൊന്നും വേണ്ട.
അല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടോ? തിരുവനന്തപുരത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് പോകാം. അല്ല, അങ്ങ് ലണ്ടനിൽ പോയിട്ടുണ്ടോ? ലണ്ടനിലേക്ക് മനസ്സുകൊണ്ട് പോകാം. ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് നമുക്കവിടെ പോകാം മനസ്സ്. എന്നതുപോലെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് സ്ഥല പരിമിതിയില്ല, ദൂരപരിധിയില്ല, എപ്പോഴും എവിടെയും പോകാം. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ഈ വാതിലും ജനലും തടസ്സമല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം കർത്താവ് അപ്പോസ്തലന്മാർ കൂടിയിരുന്ന സിഹ്യോൻ മാളികയിലേക്ക് ചെന്ന് അവർക്ക് പ്രത്യക്ഷനായത് വാതിലും ജനലും അടച്ചിരിക്കുകയായിരുന്നു. യഹൂദന്മാരെയുള്ള പേടി കൊണ്ട് അവർ അടച്ചിടുന്നത്. ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, വാതിലും ജനലുമൊക്കെ അടച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് അവരുടെ നടുവിൽ ഒന്ന് നിന്നു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരുടെ നടുവിൽ ഒന്ന് നിന്നു. നമുക്കങ്ങനെ ഒരു ദിവസമുണ്ട്, ഒരു ജീവിതമുണ്ട്. അന്ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഒരുപക്ഷെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണില്ല, കാഴ്ചയില്ല. ഇന്ന് ഒരു കൈ വരണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്ക് ഭംഗമുണ്ട്. പക്ഷേ അന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ആ അംഗഭംഗങ്ങളൊന്നും കാണുകയില്ല. അത് ശരിയായ രീതിയിലായിരിക്കും. ഇതൊരു വലിയ അനുഭവമാണ്. ഈ സമ്പത്തൊക്കെയാണ് നാം നേടുന്നത്, ഈ സമ്പത്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ശരീരം, മഹത്വ ശരീരം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുന്നെന്ന് അപ്പോസ്തലൻ പറയും. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ, മർത്യമായത് അമർത്യത്വത്തെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ് ദ്രവിക്കുന്നത്. ഇപ്പോൾ ഈ ശരീരം ദ്രവിക്കുന്നതാണ്, എന്നാൽ ദ്രവിക്കാത്തൊരു ശരീരം നമുക്ക് ലഭിക്കും. ഈ ശരീരം മർത്യമായതാണ്, അമർത്യമായൊരു ശരീരം നമുക്ക് ലഭിക്കും. അത് നമുക്ക് ലഭിക്കുന്ന മഹാഭാഗ്യമാണ്. പക്ഷേ എല്ലാവർക്കും അത് കിട്ടുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ ശരണം പ്രാപിച്ചിരിക്കുന്നത് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കവറിയുന്ന ഉദ്യാനത്തിനായി. സ്വർഗീയ പ്രതിസായിലേക്ക്, സ്വർഗീയ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ശരണത്താലേ നിൻ കൃപയിൽ മരണമടയണം. ക്രിസ്തുവുള്ളതായ ശരണത്തിൽ, ക്രിസ്തുവുള്ളതായ ആശ്രയത്തിൽ, ക്രിസ്തുവിനുള്ളതായ ബന്ധത്തിൽ നാം നിരന്തരം ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്നവർ കർത്താൻ രണ്ടാമത്തെ വരയിൽ ഉയർത്തെഴുന്നേൽക്കും. മഹത്വ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. മഹത്വ ശരീരം. ചായയൊക്കെ അങ്ങനെ തന്നെ, മുഖത്തിൻ്റെ ചായയോ ആകൃതിയോ ഒന്നും മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മർമ്മമാണ് വാസ്തവത്തിൽ. അപ്പോസ്തലനായ പൗലോസ് മൂന്നാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ടപ്പോൾ കിട്ടിയ അപ്പോസ്തലന് കിട്ടിയതൊരു മർമ്മമാണ്. അവിടെ പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തി കൊടുത്തതാണ്. മൂന്നാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ടു. അന്ന് അപ്പോസ്തലന് ദൈവം കൊടുത്ത ചില എല്ലപ്പാടുകൾ, ചില മർമ്മങ്ങൾ, ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ ഒന്നിതായിരുന്നു: മരിച്ചവർ ഉയർക്കും, അക്ഷയരായി ഉയർക്കും. അക്ഷയായി ഉയർക്കും. 15-ാം അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം ലാസ്റ്റ് പാരഗ്രാഫ് എടുക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയും. ഈ ശരീരത്തോടെ, മാംസവും രക്തമുള്ള ഈ ശരീരത്തോടെ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ദ്രവിച്ചു ധരിച്ചു പോകുന്നത് ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മർമ്മം, ഒരു രഹസ്യം നിങ്ങൾ പറഞ്ഞു തരാം. വല്ല ഗർവേറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറഞ്ഞു തരാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ എന്താണ്? നാം എല്ലാവരും മരിച്ച് മൺമറയുകയില്ല. കുറേ പേര് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പെട്ടെന്ന് ഒരു സെക്കൻഡ് നേരം. നമ്മൾ ദിവസത്തിൽ എത്രയോ മിനിറ്റുകളുണ്ട്, എത്രയോ സെക്കൻഡുകളുണ്ട്. ഒന്ന് കണ്ണു വയ്ക്കുന്നുണ്ടെങ്കിൽ നാം പെട്ടെന്ന് വിധം മാറുന്ന, രൂപം മാറും. ജീവിച്ചിരിക്കുന്നവർ പെട്ടെന്ന് ആളങ്ങ് മാറിക്കഴിയും, പിന്നെ കാണുന്നില്ല. ചിലർ ബസ്സിൽ യാത്ര ചെയ്യുകയായിരിക്കും, ചിലർ പാടത്ത് പണിയെടുക്കുകയായിരിക്കും, ചിലർ ഒരു പക്ഷേ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരിക്കും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറിപ്പോവുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഞാൻ ഇത് എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ വന്നു, എപ്പോഴും നാം സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ കർത്താവ് അപ്പോഴാണ് വരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചീത്ത
ചിന്തയോ ആരോടെങ്കിലും ഇഷ്ടക്കുറവോ ആരോടെങ്കിലും പരിഭവമോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള നീരസമോ എന്തെങ്കിലും വന്നു പോയാൽ ആ സമയത്താണ് കർത്താവ് എന്തെങ്കിലോ അപ്പോൾ നാം ഉപേക്ഷിക്കപ്പെട്ടു പോകും. ഞാൻ എന്നെ തന്നെ ചിന്തിച്ച കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും കാര്യത്തിലൊരു വ്യഗ്രതയോ ഒരു പ്രത്യേക നിർബന്ധമോ എനിക്ക് ഉണ്ടായിപ്പോയാൽ ആ സമയത്താണ് കർത്താവ് വരുന്നതെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവ് അങ്ങനെ ഉപേക്ഷിക്കുമോ? കർത്താവിൻ്റെ വചനം പറയുന്നു, ഇത്രയും സമയങ്ങൾ നാം കർത്താവിൻ്റെ കൂടെ ഇരുന്നവരാണെന്നിരുന്നാൽ പോലും, കർത്താവിനെ കാത്തുകൊണ്ടിരുന്നവരാണെങ്കിൽ പോലും, കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ പോലും, കർത്താവിൻ്റെ ജീവിതം വേർതിരിച്ചവരാണെങ്കിൽ പോലും ഒരു സെക്കൻഡ് നേരത്തെ അലസത മതി അപകടം വരാൻ. ഒരു സെക്കൻഡ് നേരം. അതാണ് അലസത ലേശം ബാധിച്ചാൽ ആ ശുഭ വഴിക്ക് വശമതനായി ആത്മത്തെ സ്വയമേ നിഹരിക്കുന്ന താക്കന്മാർ പാടിയത്. അലസത, ഒരു ചെറിയ അലസത വന്നാൽ മതി. അപ്പോൾ എത്ര ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തും. വിശ്വാസം കാണാൻ സാധിക്കുക. അത്രമാത്രം അവിശ്വാസികളായി പോകുന്നു മനുഷ്യർ. ഈ ജാഗ്രതയോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എവർ അലേർട്ട്, എവർ വിജിലൻറ്റ്, എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഭാര്യയോട് ഏതെങ്കിലും കാര്യത്തിൽ ഇഷ്ടക്കുറവായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവിനോട് ഏതെങ്കിലും കാര്യത്തിൽ പരിഭവിച്ചിരിക്കുകയാണ്. കാര്യം കൂട്ടായ്മ വന്നു, പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ഒരു വേണ്ടി തന്നെ അനുഭവിച്ചു. പക്ഷേ ആ സമയത്താണ് കർത്താവ് വരുന്നതെങ്കിൽ ഉപേക്ഷിക്കപ്പെടും, സംശയമില്ല. ദൈവത്തിൻ്റെ നീതി അതാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മെ വീണ്ടെടുക്കുന്നു, ദൈവത്തിൻ്റെ കൃപ നമ്മെ വീണ്ടെടുക്കുന്നു, നമുക്ക് സുബോധം തരുന്നു. പക്ഷേ കൃപ വ്യർത്ഥമാക്കി കളയരുത്. അതാണ് 2 കൊരിന്ത്യർ 6:1 പറയുന്നത്. കൃപ ലഭിച്ചു, പക്ഷേ ആ കൃപ വ്യർത്ഥമാക്കരുത്. ഇന്ന് നമുക്ക് വചനം കിട്ടുന്നു, അത് കൃപയാണ്. ദൈവം തരുന്ന മഹാദാനമാണ്. ഈ കൃപ ഒരിക്കലും കളഞ്ഞു പോകരുത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് കൃപ ലഭിച്ചത് വ്യർത്ഥമാകരുത്, വ്യർത്ഥമായി പോകരുത്. കരുതണം, സൂക്ഷിക്കണം. കൃപ തന്നു, വചനം കേൾക്കാൻ കൃപ തന്നു, നമുക്ക് വേദപുസ്തകം വായിക്കാൻ കൃപ തന്നു, വായിക്കാൻ നമുക്ക് കടയിൽ കാഴ്ച തന്നു, വായിക്കാൻ നമുക്ക് അക്ഷാഭ്യാസം തന്നു. ദൈവത്തിന് കൃപ ലഭിച്ചു. അനേകം കൃപകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊന്നും അറിയുന്നില്ല. എന്തൊരു അത്ഭുതം! നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിരന്തരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വ്യർത്ഥമായി കളയരുത്. വചനം കേൾക്കാനിടയായി, വചനം കേട്ടപ്പോൾ മാനസാന്തരം വന്നു. പക്ഷേ അലസത ലേശം ബാധിച്ചാൽ അശുഭവഴിക്ക് വശമതനായി ആത്മത്തെ സ്വയമേ നിഹരിക്കുക. സ്വന്തം ആത്മാവിനെ കൊല്ലുമെന്ന്, നിഹരിക്കുക, കൊല്ലുക. ആത്മാവിനെ കൊല്ലുമെന്നാണ് പറയുന്നത്, തന്നെത്തന്നെ സ്വന്തം ആത്മാവിനെ കൊല്ലുമെന്ന്. അതുകൊണ്ട് എപ്പോഴും നാം ജാഗ്രതയുള്ളവരായിരിക്കണം, എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ കാഹളം മുഴങ്ങുമ്പോൾ വിശുദ്ധന്മാർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസർ, അവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. അതൊരു ഗൗരവമേറിയ കാര്യമാണ്. അല്ലാത്തവരാരും ഉയർത്തെഴുന്നേൽക്കുകയില്ല, അല്ലാത്തവരാരും രൂപാന്തരം പ്രാപിക്കുകയുമില്ല. അന്ന് ജീവനോട്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് 1000 കൊല്ലം മുമ്പാണ് ദാവീദ് എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടത് എന്ന് പറഞ്ഞത്. നോക്കൂ, 22 സംഗീതത്തിൽ 1-ാം വാക്യം. അക്ഷരപ്രകാരം അത് നിറവേറിയല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ 69-ാം സങ്കീർത്തനം എത്രയോ വിശദമായിട്ടാണ് എല്ലാം. എനിക്ക് നിങ്ങൾ കയ്പ് തന്നു, കൊടുപ്പാൻ തന്നു. കർത്താവിന് കയ്പ് കൊടുത്തതിനെ കുറിച്ച് വേദപുസ്തകം 1000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷം മുമ്പാണ്, 400 ചില്ലാനും 500 വർഷം മുമ്പാണ് സെഖരിയ പ്രവാചകൻ 30 വെള്ളിക്കാശിനാണ് കർത്താവിന് ഉറ്റി കൊടുക്കുന്നത് പറഞ്ഞത്. അതുപോലെ തന്നെ നടന്നല്ലോ. യേശു ക്രിസ്തു ജനിക്കുന്നതിന്, അത് സെഖരിയ പ്രവാചകൻ പറഞ്ഞു, യേശു ക്രിസ്തു ജനിക്കുന്നതിന് 600 വർഷം മുമ്പാണ് സെഖരിയ പ്രവാചകൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞത്. ആ സെഖരിയ പ്രവാചകൻ തന്നെ പറഞ്ഞു, ഹോശന്ന ഘോഷയാത്ര, സിയോം 3 ഭയപ്പെടേണ്ട, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് പറഞ്ഞത്. എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞതെല്ലാം വേദപുസ്തകത്തിലുള്ളതെല്ലാം നിറവേറി വരികയാണ്. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യവും നിറവേറുന്നതിന് സംശയിക്കേണ്ട. കർത്താവ് വീണ്ടും വരും. കർത്താവ് വീണ്ടും വരുമ്പോൾ നാം എവിടെയായിരുന്നാലും നാം രൂപാന്തരപ്പെടണം. മരിച്ച് മൺമറഞ്ഞ് കല്ലറയിൽ കിടക്കുകയാണെങ്കിലും നാം ഉയർത്തെഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കണം, സുപ്രധാനമായ കാര്യമായിരിക്കണം.
യേശു ക്രിസ്തു വരും. ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർക്കാൻ വീണ്ടും വരും. മണവാട്ടി സഭയിൽ ചേർക്കാൻ കർത്താവ് വീണ്ടും വരും. മധ്യാകാശത്തിൽ കർത്താവ് എഴുന്നള്ളി വരും. അന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും, ഭയങ്കര നഷ്ടമായി പോകും. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരാൻ സാധിച്ചില്ലെങ്കിൽ, ഇത്രയും കാലം ജാഗരിച്ചിരുന്നു, ഇത് കാത്തിരുന്നു, പക്ഷേ സാധിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട കാര്യമില്ല. ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ, അവസാന നിമിഷം വരെ ജാഗ്രതയോടെ കാത്തിരിക്കുന്നവർ, വാങ്ങിപ്പോയവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട്ടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, തത്വം അറിയാം. പക്ഷേ തത്വം അറിയാമെങ്കിൽ നാം എത്രത്തോളം ഇത് വിശ്വസിക്കുന്നുണ്ട്, അഥവാ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്. ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി നിങ്ങൾ പറയട്ടെ, ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകരുത്, ഉപേക്ഷിക്കപ്പെട്ടു പോകരുത്. അന്ന് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കല്ലറയിലാണെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ സെമിത്തേരിയിലാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. സെമിത്തേരികളിലെ ചില കല്ലറകൾ തുറക്കും, ചില ശവക്കുഴികൾ തുറക്കും, എല്ലാം തുറക്കുകയില്ല. കർത്താവേ, ആ കല്ലറകളിൽ നിന്ന് തുറന്ന് പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞാൻ നിൽക്കുമാറാകണമേ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിൻ്റെ ഈ മക്കളെ അവിടുത്തെ പരിശുദ്ധ വചനം കൊണ്ട്, പരിശുദ്ധ ശക്തി കൊണ്ട് ഇന്ന് നിറയ്ക്കുകയും കൃപയിൽ ഈ മക്കളെ കാക്കുകയും കർത്താവ് രണ്ടാമത്തെ വരവിന് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു വീണ്ടും വരുമെന്നും യേശുവിൻ്റെ വരയിൽ ഒരുങ്ങിയിരിക്കണമെന്നുള്ളതായ സാക്ഷാത്തായ ബോധ്യം മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളുണ്ടല്ലോ കർത്താവെ, ഭാരങ്ങളുണ്ടല്ലോ, അനേകരെ ദുരിതത്തിൽ കഴിയുന്നുണ്ടല്ലോ, അനേകരെ ഞെരുങ്ങി കഴിയുന്നുണ്ടല്ലോ, രോഗത്തിൽ വിഷമിച്ച് കഴിയുന്നവരുണ്ടല്ലോ, ഹോസ്പിറ്റലിലെ രോഗികളായി കിടക്കുന്നവരുണ്ടല്ലോ. കർത്താവെ, എൻ്റെ നാഥ, ഞങ്ങളെ ഇന്ന് അവിടെ സന്നിധിയിലേക്ക് വിളിച്ചു കൂട്ടിയത് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ മധ്യസ്ഥരായി നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. അവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. രോഗത്തിലിരിക്കുന്നവരെ താങ്ങണമേ കർത്താവെ. രോഗത്തിൽ പീഡിതരായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ കർത്താവെ. മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവെ. കുടുംബങ്ങളിലേക്ക് ശാന്തിയും സമാധാനം അയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.